ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ എങ്ങനെ ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഫേസ്ബുക്ക് പ്രൊഫൈൽ ഓപ്പൺ ആക്കുന്നു. അത് കഴിഞ്ഞ് ആഡ്സ് മാനേജറിൽ ഓപ്പൺ ആക്കുന്നു. ഓക്കെ, ആഡ്സ് മാനേജർ ഓപ്പൺ ആയതിനു ശേഷം നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതുപോലെ തന്നെ ഓഡിയൻസിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതാണ് ഓക്കെ, ഓഡിയൻസിൽ ക്ലിക്ക് ചെയ്യുന്നു. അല്ല ഗൈസ്, ഓഡിയൻസ് ഓപ്പൺ ആയതിനു ശേഷം നമ്മൾ ഈ ഒരു ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്ത് കസ്റ്റം ഓഡിയൻസ് എന്ന് സെർച്ച് ചെയ്ത് ഈ ഒരു ഓപ്ഷൻ ഓപ്പൺ ആക്കുകയാണ്. അതിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വീഡിയോ എങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാം, കസ്റ്റം ഓഡിയൻസ് എങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാം എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാം ബിസിനസ് അക്കൗണ്ടിൽ എങ്ങനെയൊക്കെ കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് അത് ചൂസ് ചെയ്ത് നമ്മൾ ചൂസ് ചെയ്യുന്ന ഇങ്ങനൊരു ഡാഷ്ബോർഡിലേക്ക് നമ്മൾ ഓപ്പൺ ആവുന്നത്. ആദ്യത്തേത് സോഴ്സ് എന്നാണ്. ഈ സോഴ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഏത് പേജിലാണോ നമ്മൾ കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ആ പേജ് ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വൺസ് അത് ചൂസ് ചെയ്തതിന് ശേഷം അടുത്ത ഈവൻറ്റ്സ് എന്നൊരു ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. ആ ഈവൻറ്റ്സിൻ്റെ അവിടെ ഡ്രോപ്പ് ഡൗൺ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു 6 ഓപ്ഷൻസ് വരും. നമുക്ക് ഈ ഓരോ ഓപ്ഷൻസും എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നോക്കാം. ഓക്കെ, ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഹൂ സ്റ്റാർട്ടഡ് ടു ഫോളോ ഇൻ ദി പ്രൊഫഷണൽ അക്കൗണ്ട്. ഓക്കെ, ആരൊക്കെയാണ് നമ്മളെ ബിസിനസ് അക്കൗണ്ട് ഫോളോ ചെയ്യുന്നത് അവരെയാണ് നമ്മൾ ഈ ഒരു ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. വൺസ് നമ്മളെ ബിസിനസ് അക്കൗണ്ട് അൺഫോളോ ചെയ്ത ഒരാളെ ഇതൊരിക്കലും ഈ ഒരു കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ആവത്തില്ല. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അയാൾ നമ്മളുടെ നമ്മുടെ ഫോളോവർ ആയിരുന്നു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ, അതായത് ഒരു 5-10 ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങേര് അൺഫോളോ ചെയ്തു പോയി. അങ്ങനെ അൺഫോളോ ചെയ്തു പോയവരെ ഒരിക്കലും നമ്മൾ ഈ ഓഡിയൻസിനകത്ത് കാണത്തില്ല. ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എവരിവൺ ഹു എൻഗേജ്ഡ് വിത്ത് ദിസ് പ്രൊഫഷണൽ അക്കൗണ്ട്. ഓക്കെ, ഞാൻ എന്തുകൊണ്ട് സാധാരണ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരിക്കലും നമുക്ക് കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് സ്വിച്ച് ടു ബിസിനസ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ സ്വിച്ച് ടു പ്രൊഫഷണൽ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തുണ്ട്. അത് ചെയ്തിട്ടുള്ള ആൾക്ക് മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനിൽ ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അത് നമ്മൾ എപ്പോഴും മനസ്സിൽ വെച്ചിരിക്കണം. ഓക്കെ, ഇപ്പോൾ പേഴ്സണൽ അക്കൗണ്ടിൽ ഒരിക്കലും നമുക്ക് ഇങ്ങനെ കസ്റ്റം ഓഡിയൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എവരിവൺ ഹു എൻഗേജ്ഡ് വിത്ത് പ്രൊഫഷണൽ അക്കൗണ്ട്, ഇതിൽ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത് നേരത്തെ ഫോളോ ചെയ്തിരുന്നവരാണ് നമ്മൾ റീമാർക്കറ്റിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ഒരു ഇതിൽ വരുന്നത് ഫോളോ ചെയ്തിരുന്ന കാര്യമല്ല. അവർ ആക്ഷൻസ് പോസ്റ്റ് ലൈക്ക് സച്ചസ് ലൈക്ക്, കമൻറ്റ്, സേവ്, കരോസൽ സ്വൈപ്പ് ഇങ്ങനെ ചെയ്തിട്ടുള്ളവരെയാണ് നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ കസ്റ്റം ഓഡിയൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അടുത്ത് മൂന്നാമത്തെ കാറ്റഗറി വരുന്നത്, ഓക്കെ, ഈ ഒരു കാറ്റഗറി വരുന്നത് എല്ലാവരും വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ഫേസ്ബുക്ക് അക്കൗണ്ട്, നമ്മളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ലൈക്ക് ചെയ്തവരാവണമെന്നില്ല. ജസ്റ്റ് ചുമ്മാ അക്കൗണ്ടിൽ കയറി നോക്കിയവർ ആയാൽ പോലും നമുക്ക് ഈ ഒരു കാറ്റഗറി ചൂസ് ചെയ്ത് കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ യു ക്യാൻ ആൾസോ ഇവരെ നമുക്ക് റീമാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഹു എൻഗേജ്ഡ് വിത്ത് എനി പോസ്റ്റ് ഓർ ആഡ്. നമ്മൾ ആഡ് റൺ ചെയ്യിക്കുമ്പോൾ അതിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരോ, അല്ലെങ്കിൽ നമ്മളെ പോസ്റ്റ് എൻഗേജ് ചെയ്തിട്ടുള്ള ആൾക്കാരോ സെയിം നേരത്തെ ഈ മേളിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇത് തന്നെയാണ് ഇത്. ഓക്കെ, ഈ ഒരു കാറ്റഗറി തന്നെയാണ്. അതായത് എവരിവൺ ഹു എൻഗേജ്ഡ് വിത്ത് പ്രൊഫഷണൽ അക്കൗണ്ട്, ആ ഒരു സെയിം തന്നെയാണ് ഇത്. പക്ഷേ ഇതിൽ നമ്മൾ പെയ്ഡ് ആഡും കൂടി ഇൻക്ലൂഡ് ആവുന്നുണ്ട് ഈ ഒരു കാറ്റഗറിയിൽ. ഇതിൽ നമ്മളെ പോസ്റ്റ് ലൈക്ക് ചെയ്തവരെയും, കമൻറ്റ് ചെയ്തവരെയും, സേവ് ചെയ്തവരെയും, കരോസിൽ സ്വൈപ്പ് ചെയ്തവരെയൊക്കെ നമ്മൾ ഇതിൽ ഷെയർ ചെയ്തവരെ നമ്മൾ ഈ ഒരു കസ്റ്റം ഓഡിയൻസിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത് അഞ്ചാമത്തെ വരുന്നത് പേഴ്സൺ ഹൂ സെൻഡ് എ മെസ്സേജ് ടു ദിസ് പ്രൊഫഷണൽ അക്കൗണ്ട്. ഈ നമ്മളെ ബിസിനസ് അക്കൗണ്ടിൽ മെസ്സേജ് ചെയ്തിട്ടുള്ളവരെ നമുക്ക് കസ്റ്റം ഓഡിയൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ആറാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓക്കെ,
ഓക്കെ, ആറാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഹു സേവ് എനി പോസ്റ്റ് ഓർ ആഡ്. നമ്മൾ ആഡ് സേവ് ചെയ്തിട്ടുള്ളവരെയും നമുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ സേവ് ചെയ്യാനുള്ള നമുക്ക് നമ്മൾ റീലോ അങ്ങനെ എന്തെങ്കിലും പോസ്റ്റ് സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന അറിയില്ല, ബട്ട് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ചെയ്തിട്ടുള്ളവരെ നമുക്ക് കസ്റ്റം ഓഡിയൻസ് ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ആറ് ഓപ്ഷനും കാറ്റഗറിയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഞാൻ ചൂസ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്നത് ഈ 2 കാറ്റഗറിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത്. എവരി വൺ ഹു എൻഗേജ്ഡ് വിത്ത് ദിസ് പ്രൊഫഷണൽ അക്കൗണ്ടും ഞാൻ 2 ഓഡിയൻസ് ആയിട്ട് സേവ് ചെയ്യാറുണ്ട്. ഈ 2 കാറ്റഗറി എടുക്കാറുണ്ട്. അതായത് പേഴ്സൺ ഹു എൻഗേജ്ഡ് വിത്ത് പേഴ്സണൽ അക്കൗണ്ട്, ഈ കാറ്റഗറി പ്രത്യേകം എന്ന് പറയുന്നത്, ഈ കാറ്റഗറി വരുന്ന ആൾക്കാർ ഒന്നില്ലെങ്കിൽ അവർ നമ്മളെ അക്കൗണ്ട് ലൈക്ക് ചെയ്തവരാവാം, കമൻറ്റ് ചെയ്തവരാവാം, സേവ് ചെയ്തിട്ടുള്ളവരാവാം, കരോസിൽ വല്ലതും ഉണ്ടെങ്കിൽ അത് സ്വൈപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരാവാം, സേവ് ചെയ്തിട്ടുള്ള ആൾക്കാരാവാം. പക്ഷേ ഈ ഒരു കാറ്റഗറി വരുന്നത് ഇതൊന്നും ചെയ്തില്ലെങ്കിലും അവർ ചുമ്മാ നമ്മളെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ വരാറുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്നത് ഈ 2 കാറ്റഗറിയാണ് ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് കുറച്ച് ഒരു എന്ത് പറയാൻ നല്ലൊരു ഓഡിയൻസിനെ കിട്ടണം, എനിക്ക് ആഡിന് ഒരുപാട് എമൗണ്ട് സ്പെൻഡ് ചെയ്യാനില്ല, എൻ്റെ ഓഡിയൻസ് കുറച്ച് ലിമിറ്റഡ് എമൗണ്ട് എൻ്റെ കയ്യിലുള്ളൂ. അതുകൊണ്ട് കുറച്ച് ബ്രോഡ് ഓഡിയൻസിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്ത് കൊടുത്തിട്ട് അടുത്ത് വരുന്നത് റിട്ടൻഷനാണ്. റിട്ടൻഷൻ നമുക്ക് വേണമെങ്കിൽ 360 days ആണ് ഏറ്റവും മാക്സിമം വരുന്നത്. മിനിമം ഒരു 100 days എങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളെ പേജിൽ വരുന്നുണ്ട് എങ്കിൽ നമുക്ക് ഇത് വൺസ് ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു ഓഡിയൻസ് ഇതിൽ സേവ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്കത് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാനൊക്കെ പറ്റും നമുക്ക് ആ ഒരു സംഭവം. ഓക്കെ, 365 days കൊടുക്കാം, വേണമെങ്കിൽ 100 days കൊടുക്കാം. 100 daysൻ്റെ ഓഡിയൻസ് നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇൻക്ലൂഡും എക്സ്ക്ലൂഡും എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ 2 ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിൽ ഇൻക്ലൂഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അടുത്ത് നമ്മൾ ഏത് പേജാണോ ഏത് അക്കൗണ്ടാണോ നമ്മൾ അക്കൗണ്ട് ചൂസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇൻക്ലൂഡിൻ്റെ അകത്ത് ഞാൻ നേരത്തെ ചൂസ് ചെയ്തത് ഇതാണ്. ഓക്കെ, അപ്പോൾ അതായതുകൊണ്ട് അടുത്ത് ഞാൻ ചൂസ് ചെയ്യുന്നത് പേഴ്സൺ ഹു സെൻഡ് എ മെസ്സേജ് ടു പ്രൊഫഷണൽ അക്കൗണ്ട്. നമ്മളെ അക്കൗണ്ടിൽ മെസ്സേജ് അയച്ചിട്ടുള്ള അവർ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും നമ്മളെ പ്രോഡക്റ്റിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരായിരിക്കാം. ഓക്കെ, അപ്പോൾ അവരെ ഞാൻ ചൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരെ ഞാൻ ചൂസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, നമുക്ക് എക്സ്ക്ലൂഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ എക്സ്ക്ലൂഡ് എന്നൊരു ഓപ്ഷനിൽ നമുക്ക് ചൂസ് ചെയ്ത് കസ്റ്റമർ ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം നമുക്കിപ്പോൾ എക്സ്ക്ലൂഡിൽ എന്ത് കൊടുക്കാം? ഓക്കെ, ഇത് കൊടുക്കാം. എവരി വൺ ഹു വിസിറ്റ് പ്രൊഫഷണൽ അക്കൗണ്ട് വേണ്ട. ഓക്കെ, ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്ത് കൊടുത്തു. സേവ് ചെയ്തിട്ടുള്ള ഓഡിയൻസിന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെ കസ്റ്റമർ ഓഡിയൻസ് ലിസ്റ്റിൽ സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ സേവ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം വരുന്നത് എക്സ്ക്ലൂഡ് ഓപ്ഷൻ കൊടുത്തു, ഇൻക്ലൂഡും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എക്സ്ക്ലൂഡ് നമുക്ക് ഇനിയും ഓപ്ഷൻസ് നമുക്ക് ആഡ് ചെയ്യാം. പക്ഷേ ഞാൻ കുറച്ച് ഇത് മാത്രമേ ഇങ്ങനെ ആഡ് ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. വൺസ് നിങ്ങൾ ആഡ് ചെയ്ത് റിമൂവ് ചെയ്യണമെങ്കിൽ ഇതിവിടെ ക്ലിക്ക് ചെയ്ത് അങ്ങ് റിമൂവ് ആയിക്കോളും. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിൻ്റെ അക്കൗണ്ട് ഇത് സേവ് ചെയ്യാണ്. ഇൻസ്റ്റാഗ്രാം ഓക്കെ, ഇൻസ്റ്റാഗ്രാം കസ്റ്റം ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ സേവ് ചെയ്യുകയാണ്. ഓക്കെ, ചെറിയ മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഓഡിയൻസ്. ഓക്കെ, ഞാൻ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ സേവ് ചെയ്തു. ഈ ഒരു ഓപ്ഷൻ ഞാൻ സേവ് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കൊടുക്കാം, വേണമെങ്കിൽ കൊടുക്കാതിരിക്കാം, കുഴപ്പമില്ല, അത് ഓപ്ഷനിലാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇത് സേവ് ചെയ്യുകയാണ്. ഓക്കെ, ഇന്ന് നമ്മൾ ബിസിനസ് അക്കൗണ്ട് സേവ് ചെയ്തിട്ട് ഈ ഓഡിയൻസ് നമ്മൾ സേവ് ചെയ്തിട്ട് നാളെ തന്നെ നമുക്ക് റൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. നമുക്ക് എത്ര ഓഡിയൻസ് സേവ് ആയെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. എന്നിട്ടേ നമ്മൾ റൺ ചെയ്യിക്കാൻ പാടുള്ളൂ. ഈ ഒരു ഓഡിയൻസ് ലിസ്റ്റ് സേവ് ചെയ്തിട്ട് റൺ ചെയ്യുക. അതെങ്ങനെ ചെയ്യാമെന്ന് കൂടെ പറഞ്ഞുതരാം. ഡ്യൂപ്ലിക്കേറ്റ് ഓഡിയൻ്റെ ഞാൻ കംപ്ലീറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. സോ അത് ഞാൻ ഇവിടെ പറയുന്നില്ല, ജസ്റ്റ് ഡൺ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓഡിയൻസ് ഇവിടെ ഓട്ടോമാറ്റിക്കലി സേവ് ആയി. ഓക്കെ, ഇപ്പോൾ ഇത് ബിലോ 100 ആണ് കാണിക്കുന്നത്. ഈ ഓഡിയൻസ് ടൈപ്പ് ക്രിയേറ്റ് ചെയ്ത ഡേറ്റ് ഒക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഞാൻ നേരത്തെ ഇന്നലെ 2 ദിവസം ഇന്നലെ മെനങ്ങാന്ന് ക്രിയേറ്റ് ചെയ്ത ഓഡിയൻസ് ആണ്.
ഓക്കെ, ഈ ഒരു ഓഡിയൻസ് സൈസ് കണ്ട ഇത് കാണിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഓഡിയൻസ് സൈസ്. ഓക്കെ, ഇതിലുണ്ട് എറണാകുളം ടൂർഗോ എന്നൊരു ഇതുണ്ട് സൈസ്. അവർ ഓഡിയൻസ് സൈസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1500 ആയിട്ടുണ്ട് ഓഡിയൻസ് സൈസ്. അപ്പോൾ നമുക്കിവിടെ ഇതിങ്ങനെ ചുമ്മാ ഡ്രാഗ് ചെയ്ത് വെച്ച് നമുക്ക് ഓഡിയൻസ് സൈസ് എത്രയുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു 5000 10,000 ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ നിങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് നിങ്ങൾ എന്തെങ്കിലും ഓഫർ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റീമാർക്കറ്റിംഗ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇത് പോപ്പുലേറ്റിംഗ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്, കുറച്ച് കഴിയുമ്പോൾ ഇത് ആക്ടിവേറ്റ് ആയിക്കോളും, ഇത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, വൺസ് നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതെങ്ങനെ ക്യാമ്പയിനിൽ ആഡ് ചെയ്യാമെന്ന് കൂടെ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അത് കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ പറ്റിയില്ല. അതിനുവേണ്ടി ക്യാമ്പയിൻ്റെ ഇത് ഓപ്ഷൻ എടുക്കുക. ഇത് റീമാർക്കറ്റിങ്ങിൻ്റെ ഈ ഒരു സ്ട്രാറ്റജിയാണ് കേട്ടോ. ഇത് നമ്മൾ ശരിക്കും റീമാർക്കറ്റിംഗ് ചെയ്യുന്നത് എന്ത് പറയാനാ, ഈ ഒരു മെത്തേഡിൽ നമുക്ക് റീമാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ റീമാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ കുറച്ചും കൂടി നല്ല ഓഡിയൻസ് നമുക്ക് കിട്ടും. നമുക്ക് ഒരുപാട് എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യാതെ തന്നെ, ആഡിനോട് ഒരുപാട് എമൗണ്ട് സ്പെൻഡ് ചെയ്യാതെ തന്നെ നമുക്ക് ജെന്യൂൻ ആയിട്ടുള്ള കസ്റ്റമറിനെ നമുക്ക് ശരിക്കും ഈ ഒരു മെത്തേഡിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, അതിന് ഇത് ഓപ്പൺ ആയതിനു ശേഷം അടുത്ത് ഞാൻ ക്രിയേറ്റ് എന്നൊരു ഓപ്ഷനിൽ ക്രിയേറ്റ് ഓപ്ഷൻ കൊടുക്കുകയാണ്. ക്രിയേറ്റ് ഓപ്ഷൻ കൊടുത്തിട്ട് ഓക്കെ, ഞാൻ ഇതിൽ അവയർനെസ് ക്യാമ്പയിനാണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അവയർനെസ് ക്യാമ്പയിൻസ് ഞാൻ ഇത് എങ്ങനെ ആഡ് ചെയ്യാം. വൺസ് ഇത് നമ്മൾ റീമാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനൊരു ആഡ് ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെ നമുക്ക് ആഡ് ചെയ്യാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന് ജസ്റ്റ് നമ്മൾ ആഡ് സെറ്റ് ലെവലിൽ പോവുക. ആഡ് സെറ്റ് ലെവലിൽ പോയിട്ട് ബാക്കി ഞാൻ ഒന്നും കാണിക്കുന്നില്ല, ഇതെങ്ങനെ ആഡ് ചെയ്യാമെന്ന് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഓക്കെ, ഈ സ്വിച്ച് ടു ഒറിജിനൽ ഓഡിയൻസിൻ്റെ ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് ഏറ്റവും ഇവിടെ വരിക. ഓക്കെ, നമ്മൾ ഏറ്റവും താഴെ വരിക, സ്വിച്ച് ടു ഓഡിയോട് കൊടുത്തു. ഓക്കെ, നമുക്കിവിടെ കസ്റ്റം ഓഡിയൻസിൻ്റെ ഓപ്ഷൻ വരിക, ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മളിവിടെ ഓൾറെഡി വന്ന് കിടപ്പുണ്ട്, നമ്മൾ ഇത് കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഓൾറെഡി വന്ന് കിടപ്പുണ്ട്. മനസ്സിൽ ഞാൻ ഇതങ്ങ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ഇപ്പോഴും പറയാണ്, ഒരിക്കലും നമ്മൾ എന്ത് പറയാനാ, ഇന്ന് നമ്മൾ സേവ് ചെയ്തിട്ട് നാളെ തൊട്ട് ഇന്ന് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് തൊട്ടുള്ള ഡാറ്റ മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ആവത്തുള്ളൂ. ഞാൻ അത് വീണ്ടും എടുത്ത് പറയാണ്, ഇന്ന് തൊട്ടുള്ള ഡാറ്റ മാത്രമേ ഇൻക്ലൂഡ് ആവത്തുള്ളൂ. മുമ്പ് വന്നിട്ടുള്ള ഒരു ഡാറ്റയൊന്നും അതിൻ്റെ അകത്ത് കാണത്തില്ല. സോ അത് ഇന്ന് നമ്മളിത് സേവ് ചെയ്തിട്ട് ഒരിക്കലും ആഡ് റൺ ചെയ്യിക്കില്ല. അങ്ങനെ റൺ ചെയ്യിച്ചാൽ നമുക്ക് ഒരു റിസൾട്ടും കിട്ടില്ല. കണ്ട ഇവിടെ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ലെസ് ദാൻ 10 എന്നാണ് കിടക്കുന്നത്. ഓക്കെ, നിങ്ങളൊരു മാക്സിമം 10,000 5,000 10,000 ആയതിനു ശേഷം നിങ്ങൾ ആഡ് റൺ ചെയ്യിച്ചോ, കുഴപ്പമില്ല. ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഇതൊന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ താഴെ വന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയൊരു പുതിയ ഓഡിയൻസിന് നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ സേവ് ചെയ്ത് പോകാന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇവിടെ ചെന്നിട്ട് പ്ലേസ്മെൻറ്റ് ആൻഡ് ഓപ്ഷനിൽ ചെന്നിട്ട് മാനുവൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം ഓഡിയൻസിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ചൂസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇൻസ്റ്റാഗ്രാം ചൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്റ്റോറീസിലും ഫീഡിലും സെർച്ച് ബോക്സിലും അതിൽ മാത്രമേ ആഡ് റൺ ആവത്തുള്ളൂ. ഓക്കെ, നമ്മൾ ഇൻസ്റ്റാഗ്രാം ഓഡിയൻസ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ അവിടെ റൺ ചെയ്ത് കൊടുക്കുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് നമുക്ക് ബജറ്റ് കുറച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ആഡ് റൺ ചെയ്യിക്കാം എന്നൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സോ നമ്മളെ ചാനൽ മറക്കാതെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം.